ഇവയെ തടയൂ, പാതകൾ സുഗമമാക്കൂ, നല്ല നാളെയുടെ കാവൽക്കാരാകൂ. നീയൊന്ന് കണ്ണടച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ഇരുട്ടിലാകും. നീയൊന്ന് കണ്ണു തുറന്നാലോ അനേകർക്ക് തിരിവെട്ടമാകാം. കണ്ണു തുറക്കാൻ ഇനിയും വൈകരുതേ. ജാഗ്രത, ജാഗ്രത, ജാഗ്രത. ഇത് ആഘോഷത്തിന്റെ ഭാഗമാണെന്നാണ് വെപ്പ്. ചിലർക്ക് കൂട്ടുകൂടുന്നതിന്റെ ഭാഗം. അതൊന്നുമല്ല കൂട്ടരെ, ഇത് ലഹരിയാണ്, ആപത്താണ്. നിങ്ങൾക്കറിയില്ലേ ഇത് ലഹരിയാണെന്ന്, ഇത് ആപത്താണെന്ന്? അപകടം വന്നിട്ട് കണ്ണു തുറന്നിട്ട് എന്ത് കാര്യം? അപകടം വരാതിരിക്കാൻ തുറന്ന കണ്ണുകളോടെ നോക്കിക്കാണാൻ കഴിഞ്ഞെങ്കിൽ കാഴ്ചപ്പാടിന്റെ ലോകത്തിന് തിരിവട്ടമാകാം. വരൂ കൂട്ടരെ, വരൂ. ഇതും ലഹരിയാണ് കൂട്ടരെ. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മുതൽ മരണം കാത്തു കിടക്കുന്നവർ വരെ ഈ ലഹരിയുടെ പിടിയിലാണ്. ഭാരം കുറയ്ക്കാൻ, ശല്യം ഒഴിവാക്കാൻ, എന്തിനേറെ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി നാം ചെയ്യുന്ന ചെറിയ തെറ്റിന് ഫലമോ വലിയ നാശം. ഈ ലഹരിക്ക് ഒരു പരിധി വരെ നമ്മളും ഉത്തരവാദികളല്ലേ? അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തെറ്റിൽ വീഴരുത്. തിരിച്ചറിവ് വന്നാൽ തിരിഞ്ഞു നടക്കണം. തിരിച്ചറിവിന്റെ പാതയിലൂടെ ഇനിയും വൈകരുത്. നന്മയുടെ വഴി വ്യക്തമാണ്. വരും കൂട്ടരെ, നന്മയുടെ വഴിയിലേക്ക്. ഇത് സുഖമല്ല, എല്ലാം മറക്കാനുള്ള വഴിയുമല്ല. ഇത് ജീവിതത്തെ തകർക്കുന്ന ആധുനിക ലോകത്തിന്റെ വിഷമാണ്. തിരിച്ചറിയാൻ വൈകരുത്. ജീവിതം പാഴാക്കി കളയരുത്. നിന്റെ കൈത്തുമ്പിൽ നിന്ന് കൈവിട്ടു പോകുന്ന ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്കാകണം, അല്ല നമ്മൾക്കാകണം. ഇനിയും വൈകരുത്. ഇവരെ നിങ്ങൾ കാണുന്നില്ലേ? സൗഹൃദങ്ങൾ നല്ലതാണ്, എന്നാൽ ഇതോ? ഇവർ നന്മയുടെ തടവറകളല്ല, തളർത്തുന്ന തകർക്കുന്ന കൂട്ടുകെട്ടുകളെ നാം തിരിച്ചറിയണം. വഴിവിട്ട സൗഹൃദങ്ങളെ നന്മയിലേക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. മുട്ടുകാലുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നതല്ല നല്ല കൂട്ടുകാർ. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് കൂട്ടാവാനും കൂട്ടുകൂടാനും വളർത്താനും വളരാനും കഴിയുന്ന നല്ല സൗഹൃദങ്ങൾക്ക് നമുക്ക് കാവലാകാം, കരുതലാകാം. നാം ഒന്നിച്ചാൽ നന്മയുടെ സുഗന്ധ പുഷ്പങ്ങൾ ഇവിടെ